ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥി 2-3 മാസമല്ല, ചിലപ്പോൾ 2 വർഷം, ചിലപ്പോൾ 3 വർഷം രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പഠിക്കുന്നു. സുഹൃത്തുക്കളുമായി പുറത്തു പോകുന്നത് ഒഴിവാക്കുന്നു. മൊബൈൽ ഫോൺ മാറ്റിവെക്കുന്നു. എല്ലാവരും പങ്കെടുക്കുന്ന മറ്റ് ആഘോഷങ്ങൾ പോലും ഉപേക്ഷിക്കുന്നു. ഒരൊറ്റ ലക്ഷ്യം മാത്രം, ഒരു പരീക്ഷ. കാരണം അയാളോട് ചെറുപ്പം മുതൽ പറഞ്ഞു കൊടുക്കുന്നത് ഒരു കാര്യമാണ്: ഈ പരീക്ഷ ജയിച്ചാൽ ജീവിതം സുരക്ഷിതം, അല്ലെങ്കിൽ എല്ലാം നഷ്ടമാകും. പക്ഷേ പരീക്ഷ കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കകം ഒരു വാർത്ത പുറത്തു വരുന്നു. ചോദ്യപേപ്പർ പരീക്ഷയ്ക്ക് മുമ്പേ തന്നെ ചിലരുടെ കൈകളിലെത്തി. ആ നിമിഷം നഷ്ടമാകുന്നത് ഒരു പരീക്ഷയല്ല, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ വിശ്വാസമാണ്. ഇന്ത്യയിൽ ഇത് ആദ്യമായല്ല സംഭവിക്കുന്നത്. നീറ്റ്, SSC, റെയിൽവേ റിക്രൂട്ട്മെന്റ്, അധ്യാപക നിയമന പരീക്ഷകൾ, സംസ്ഥാന PSC പരീക്ഷകൾ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വീണ്ടും വീണ്ടും നമ്മൾ ഒരേ വാർത്തയാണ് കേൾക്കുന്നത്: പേപ്പർ ലീക്ക്, പരീക്ഷ റദ്ദാക്കി, വീണ്ടും പരീക്ഷ നടത്തും. ഓരോ തവണയും അന്വേഷണങ്ങൾ നടക്കും, അറസ്റ്റുകൾ ഉണ്ടാകും, കമ്മിറ്റികൾ രൂപീകരിക്കും. പക്ഷേ അല്പവർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതേ കഥ ആവർത്തിക്കും. അപ്പോൾ ചോദിക്കേണ്ട ചോദ്യം: എന്തുകൊണ്ടാണ് ഇന്ത്യ പോലെ ഒരു രാജ്യം, ചന്ദ്രനിൽ ബഹിരാകാശ പേടകം ഇറക്കുന്ന രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം നിർമ്മിച്ച രാജ്യം, ആധാർ പോലൊരു ബൃഹത്തായ ഡിജിറ്റൽ ഐഡന്റിറ്റി സംവിധാനം നിർമ്മിച്ച രാജ്യം, അവിടെ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പർ പോലും സുരക്ഷിതമായി സൂക്ഷിക്കാൻ കഴിയുന്നില്ലേ? അതോ പ്രശ്നം ടെക്നോളജിയിലല്ലേ? സത്യത്തിൽ പേപ്പർ ലീക്ക് ഇന്ത്യയുടെ വിദ്യാഭ്യാസ സംവിധാനത്തിലെ ഏറ്റവും വലിയ പ്രശ്നമേ അല്ല. അത് നമ്മൾ വർഷങ്ങളായി കാണാതെ പോയ ഒരു വലിയ രോഗത്തിന്റെ ലക്ഷണം മാത്രമാണ്. ഒരു മനുഷ്യന് പനി വരുമ്പോൾ പനിയല്ല യഥാർത്ഥ രോഗം, അത് ശരീരത്തിനുള്ളിൽ മറ്റെന്തോ സംഭവിക്കുന്നതിന്റെ സൂചനയാണ്. അതുപോലെ നീറ്റ് പേപ്പർ ലീക്ക്, SSC പേപ്പർ ലീക്ക്, PSC പേപ്പർ ലീക്ക് ഇവയൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സംവിധാനത്തിൽ വർഷങ്ങളായി വളർന്നു വരുന്ന ചില അടിസ്ഥാന പ്രശ്നങ്ങളുടെ മുന്നറിയിപ്പുകളാണ്. നമ്മൾക്ക് ഒരു നിമിഷം പേപ്പർ ലീക്കിനെ മറക്കാം, പകരം ഒരു ചോദ്യം ചോദിക്കാം: എന്തുകൊണ്ടാണ് ഒരു ചോദ്യ പേപ്പറിന് ഇത്രയും വില? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാൽ പേപ്പർ ലീക്കുകളുടെ കാരണവും മനസ്സിലാവും. ഓരോ വർഷവും ഇന്ത്യയിൽ കോടിക്കണക്കിന് വിദ്യാർത്ഥികളാണ് മത്സര പരീക്ഷകൾ എഴുതുന്നത്. അവരിൽ വലിയൊരു വിഭാഗം ഒരു സർക്കാർ മെഡിക്കൽ സീറ്റിനോ, ഒരു IIT സീറ്റിനോ, അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലിക്കോ വേണ്ടിയാണ് മത്സരിക്കുന്നത്. പക്ഷേ അവർക്കായി ലഭ്യമായ അവസരങ്ങൾ വളരെ പരിമിതമാണ്. അതായത് ഡിമാൻഡ് വളരെ കൂടുതൽ, സപ്ലൈ വളരെ കുറവ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു അടിസ്ഥാന നിയമം ഉണ്ടല്ലോ: ഒരു സാധനത്തിന് ആവശ്യക്കാർ വളരെ കൂടുതലും ലഭ്യത വളരെ കുറവുമാണെങ്കിൽ ആ സാധനത്തിന്റെ മൂല്യം ഉയരും. ഇവിടെ ആ സാധനം ഒരു ചോദ്യപേപ്പറാണ്, വെറും ഒരു പേപ്പർ. പക്ഷെ ഒരു കുടുംബത്തിന്റെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു പേപ്പർ. അതുകൊണ്ടാണ് അത് കോടിക്കണക്കിന് രൂപയുടെ കള്ള വിപണിയുടെ ഭാഗമാകുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, അതിന് കൂടുതൽ സുരക്ഷ നൽകിയാൽ പ്രശ്നം തീരില്ലേ? തോന്നുന്നത് അങ്ങനെയാണ്, പക്ഷെ അത് മതിയാകില്ല. കാരണം പ്രശ്നം പേപ്പറിനെ കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിലല്ല, ആ പേപ്പറിന് ഇത്രയും അസാധാരണമായ മൂല്യമുണ്ടാക്കിയ വിദ്യാഭ്യാസ സംവിധാനത്തിലാണ്. ഇതാണ് നമ്മൾ വർഷങ്ങളായി തെറ്റായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പേപ്പർ ലീക്ക് പുറത്തു വന്നാൽ നമ്മൾ ആരാണ് പേപ്പർ ചോർത്തിയത് എന്ന് അന്വേഷിക്കും, എങ്ങനെ ചോർന്നു എന്ന് അന്വേഷിക്കും, എത്ര പേർ അറസ്റ്റിലായി എന്ന് അന്വേഷിക്കും. പക്ഷെ ആരാണ് ഇത്രയും വലിയ റിസ്ക് എടുത്ത് ഒരു ചോദ്യപേപ്പർ വാങ്ങാൻ തയ്യാറാകുന്നത്? എന്തുകൊണ്ടാണ് ഒരു കുടുംബം ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാൻ പോലും തയ്യാറാകുന്നത്? എന്തുകൊണ്ടാണ് ഈ കള്ള വിപണി വർഷം തോറും തിരിച്ചു വരുന്നത്? ഈ ചോദ്യങ്ങൾ അധികം ചർച്ച ചെയ്യപ്പെടാറില്ല. കാരണം അവയുടെ ഉത്തരം വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ അടിത്തറയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഒരു പേപ്പർ ലീക്ക് വാർത്ത കാണുമ്പോൾ അതൊരു ക്രൈം സ്റ്റോറിയായി മാത്രം കാണരുത്. അത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ തെളിഞ്ഞിരിക്കുന്ന ഒരു ചുവന്ന വാർണിംഗ് ലൈറ്റ് ആയി കാണണം. കാരണം യഥാർത്ഥ കഥ ഇനിയാണ് തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരു 3 മണിക്കൂർ പരീക്ഷയ്ക്ക് ഇത്രയും അസാധാരണമായ ഒരു പ്രാധാന്യം ലഭിച്ചത്? അതാണ് ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഒരു ചോദ്യപേപ്പറിന് എത്ര വില വരും? ഒരു സാധാരണ മനുഷ്യൻ പറയും, അത് കുറച്ച് A4 പേപ്പറുകളല്ലേ. പക്ഷെ അതേ പേപ്പർ ഒരു മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ ചോദ്യപേപ്പർ ആണെങ്കിൽ അത് ചിലർക്ക് വെറും ഒരു പേപ്പറല്ല, ഒരു ജീവിതമാണ്. കാരണം ഇന്ത്യയിൽ ഒരു പരീക്ഷ വിജയിക്കുക എന്നത് പല കുടുംബങ്ങൾക്കും ഒരു ജോലി എന്നത് മാത്രമല്ല, സാമൂഹിക പദവി, സാമ്പത്തിക സുരക്ഷിതത്വം, കുടുംബത്തിന്റെ അഭിമാനം എല്ലാം കൂടിയാണ്. ഇവിടെയാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ആദ്യത്തെ വലിയ പ്രശ്നം തുടങ്ങുന്നത്. നമ്മൾ വിദ്യാഭ്യാസത്തെ ഒരു പഠന പ്രക്രിയയായി കാണുന്നില്ല, ഒരു ഫിൽറ്ററിംഗ് സിസ്റ്റമായിട്ടാണ് കാണുന്നത്. അതായത് ആരാണ് ഏറ്റവും നല്ല ഡോക്ടർ ആകാൻ പോകുന്നത് എന്നല്ല പരീക്ഷ തീരുമാനിക്കുന്നത്, ആരാണ് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയത് എന്നതാണ്. ഈ 2 കാര്യങ്ങളും ഒരുപോലെയല്ല. ഒരു മികച്ച ഡോക്ടർ ആകാൻ വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? രോഗിയോട് സംസാരിക്കാനുള്ള കഴിവ്, സമ്മർദ്ദ സാഹചര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള കഴിവ്, സഹാനുഭൂതി, ഒരു ടീമായി പ്രവർത്തിക്കുന്നതിനുള്ള കഴിവ്. ഇവയിലൊന്നും 3 മണിക്കൂർ നീളുന്ന ഒരു ഒബ്ജക്റ്റീവ് പരീക്ഷ അളക്കുന്നില്ല. അതുപോലെ ഒരു മികച്ച എഞ്ചിനീയറുടെ ക്രിയേറ്റീവ് തിങ്കിങ്, ഒരു മികച്ച അധ്യാപകന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഒരു മികച്ച റിസർച്ചറുടെ ക്യൂരിയോസിറ്റി, ഇവയൊന്നും ഒരു ദിവസം നടത്തുന്ന ഒരു 3 മണിക്കൂർ പരീക്ഷയ്ക്ക് പൂർണ്ണമായി അളക്കാൻ കഴിയില്ല. എന്നിട്ടും ഇന്ത്യയിൽ ആ ഒരു പരീക്ഷക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ഇനി മറ്റൊരു കാര്യം,
ഓരോ വർഷവും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് മെഡിക്കൽ പ്രവേശനത്തിനായി മത്സരിക്കുന്നത്. എന്നാൽ മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം അതിനേക്കാൾ വളരെ കുറവാണ്. അടുത്തിടെ സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും മത്സരിക്കുന്നവരുടെ എണ്ണവുമായി താരതമ്യം ചെയ്യുമ്പോൾ സീറ്റുകൾ ഇപ്പോഴും കുറവാണ്. 2026-27 അധ്യയന വർഷത്തേക്ക് ഇന്ത്യയിൽ ഏകദേശം 1.37 ലക്ഷം MBBS സീറ്റുകളാണുള്ളത്. അതിൽ സർക്കാർ കോളേജുകളിലെ സീറ്റുകൾ സ്വകാര്യ കോളേജുകൾ ഉള്ളതിനേക്കാൾ കുറവാണ്. അതിനർത്ഥം വിജയിക്കാനുള്ള സാധ്യത കുറയുമ്പോൾ വിജയത്തിന്റെ വില കൂടുന്നു. വിജയത്തിന്റെ വില കൂടുമ്പോൾ ആ വിജയത്തെ വാങ്ങാൻ ശ്രമിക്കുന്നവരുണ്ടാകും. ഇവിടെയാണ് പേപ്പർ ലീക്ക് മാഫിയ ജനിക്കുന്നത്. നമ്മൾ പലപ്പോഴും കരുതുന്നത് കുറച്ച് കുറ്റവാളികൾ ചേർന്ന് പേപ്പർ ചോർത്തുന്നു എന്നാണ്. എന്നാൽ അതല്ല, ഇതൊരു മാർക്കറ്റാണ്. ഒരു വശത്ത് എന്ത് വില കൊടുത്തും ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, മറുവശത്ത് ആ ആഗ്രഹം പണമായി മാറ്റുന്ന കുറ്റവാളികൾ. ആവശ്യക്കാരില്ലെങ്കിൽ ഒരു വിപണിയും ഉണ്ടാകില്ല. അതിനാൽ ഈ പ്രശ്നം മനസ്സിലാക്കാൻ കുറ്റവാളികളെ മാത്രം നോക്കിയാൽ പോരാ, അവരെ സൃഷ്ടിക്കുന്ന സംവിധാനത്തെയും നോക്കണം. അപ്പോൾ മറ്റൊരു ചോദ്യം വരും, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ കോച്ചിങ് സെന്ററുകൾ ഇത്ര വലിയ വ്യവസായമായത്? കാരണം സ്കൂളുകൾ പരീക്ഷയ്ക്ക് പഠിപ്പിക്കുന്നില്ലെന്ന് പല കുടുംബങ്ങൾക്കും തോന്നുന്നുണ്ട്. പരീക്ഷ ജയിക്കാൻ പ്രത്യേക പരിശീലനം വേണം. അതിനാൽ 10ാം ക്ലാസ്സിന് മുമ്പേ തന്നെ ചില കുട്ടികൾ കോച്ചിങ് ആരംഭിക്കുന്നു. അവരുടെ ജീവിതം പതിയെ ഒരു സൈക്കിളായി മാറുന്നു. സ്കൂൾ, കോച്ചിങ്, ടെസ്റ്റ്, വീണ്ടും കോച്ചിങ്. ഇത് വിദ്യാഭ്യാസമായിട്ടാണോ തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ് മെഷീന്റെ ട്രെയിനിങ് ആയിട്ടാണോ? ഇനി മറ്റൊരു കാര്യം, ഇന്ത്യയിൽ തോൽവി എന്നത് പലപ്പോഴും ഒരു റിസൾട്ട് മാത്രമല്ല, അതൊരു അടയാളമാക്കപ്പെടുകയാണ്. ഒരു പരീക്ഷയിൽ തോറ്റാൽ ഇനി ജീവിതം കഴിഞ്ഞു എന്ന തോന്നൽ സമൂഹം തന്നെ സൃഷ്ടിക്കുന്നു. പക്ഷെ യാഥാർത്ഥ്യം അങ്ങനെയല്ല. ലോകത്തിലെ പല രാജ്യങ്ങളിലും യൂണിവേഴ്സിറ്റി പ്രവേശനം ഒരൊറ്റ പരീക്ഷയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. സ്കൂൾ പ്രകടനം, വ്യക്തിഗത പ്രൊജക്ടുകൾ, അഭിരുചികൾ, ചിലപ്പോൾ ഇന്റർവ്യൂകൾ, ഇങ്ങനെ പല ഘടകങ്ങളും ചേർന്നാണ് തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് ഒരു ദിവസം മോശമായ പ്രകടനം നടത്തിയാൽ ജീവിതം അവിടെ അവസാനിക്കുന്നേയില്ല. പക്ഷെ ഇന്ത്യയിൽ ഒരു ദിവസം മോശമായി പോയാൽ 1 വർഷം നഷ്ടമാകും, ചിലർക്കത് 2 വർഷമാകും. അതുകൊണ്ടാണ് ഓരോ ചോദ്യത്തിനും, ഓരോ മാർക്കിനും, ഓരോ റാങ്കിനും ഇത്രയും വലിയ വില ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ആദ്യത്തെ ചോദ്യത്തിലേക്ക് മടങ്ങാം. പേപ്പർ ലീക്ക് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കാരണം ചിലർ കുറ്റവാളികളായതുകൊണ്ട് മാത്രമല്ല, ഒരു 3 മണിക്കൂർ പരീക്ഷയ്ക്ക് നമ്മൾ അത്രയും വലിയ അധികാരം നൽകിയത് കൊണ്ടാണ്. ആ അധികാരമാണ് പേപ്പർ ലീക്കിനെ ലാഭകരമായ കുറ്റകൃത്യമാക്കുന്നത്. എന്നാൽ ഇവിടെ മറ്റൊരു വലിയ ചോദ്യം ഉയരുന്നു. ഈ സംവിധാനത്തിലേക്ക് ഇന്ത്യ എങ്ങനെ എത്തി? എന്തുകൊണ്ടാണ് ഒരു രാജ്യത്തിന്റെ മുഴുവൻ എഡ്യൂക്കേഷൻ സിസ്റ്റവും മാർക്ക് എന്ന സംഖ്യയെ ചുറ്റിപ്പറ്റി രൂപപ്പെട്ടത്? ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് മാർക്കിനും റാങ്കിനും ഇത്രയും പ്രാധാന്യം? ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നോ? അല്ല. ഇതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ഏകദേശം 200 വർഷം പഴക്കമുള്ള ഒരു ചരിത്രം. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് അവർക്കൊരു പ്രശ്നമുണ്ടായിരുന്നു. ഇത്ര വലിയ രാജ്യം ഭരിക്കാൻ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരെ വേണം. പക്ഷേ ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? അതിനവർ തിരഞ്ഞെടുത്തൊരു മാർഗമായിരുന്നു മത്സര പരീക്ഷകൾ. ക്രമേണ പരീക്ഷ എന്നത് അറിവളക്കാനുള്ള ഒരു ഉപകരണം മാത്രമല്ലാതായി ആളുകളെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന വാതിലായത് മാറി. 1835 മക്കാലയുടെ വിദ്യാഭ്യാസ നയം വന്നതും പിന്നീട് 1854 ഗുഡ്സ് ഡിസ്പാച്ച് പോലുള്ള പരിഷ്കാരങ്ങളും വിദ്യാഭ്യാസത്തെ കൂടുതൽ പരീക്ഷാ കേന്ദ്രീകൃതമാക്കി മാറ്റി. പാഠപുസ്തകങ്ങൾ മനഃപ്പാഠമാക്കലും പരീക്ഷ പാസ്സാകലും വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യമായി മാറി. അതായത് വിദ്യാഭ്യാസം ജീവിതത്തിന് വേണ്ടിയല്ല, പരീക്ഷയ്ക്ക് വേണ്ടിയായി. സ്വതന്ത്രം ലഭിച്ചപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ ഒരു വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു. ജനസംഖ്യ അതിവേഗം വർദ്ധിക്കുന്നു. വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കുതിച്ചുയരുന്നു. പക്ഷേ മികച്ച കോളേജുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് സർക്കാർ പഴയ പരീക്ഷാ മാതൃക തന്നെ തുടർന്നു. കാരണം കോടിക്കണക്കിന് അപേക്ഷകളിൽ നിന്ന് ഏതാനും 1000 പേരെ തിരഞ്ഞെടുക്കാൻ ഏറ്റവും എളുപ്പമായ മാർഗം അതായിരുന്നു. അതൊരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ മാത്രമായിരുന്നു. പക്ഷേ അത് പതിയെ ഒരു സംസ്കാരമായി മാറി. ഇന്ന് ഇന്ത്യയിൽ പല കുട്ടികളും പഠിക്കുന്നത് അറിവിന് വേണ്ടിയല്ല, പരീക്ഷയ്ക്ക് വേണ്ടിയാണ്. ഒരു അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നത് ഇതിൽ നിന്ന് എത്ര മാർക്കിന്റെ ചോദ്യമാണ് വരിക എന്നാണ്. അല്ലാതെ ഇത് എങ്ങനെ യഥാർത്ഥ ജീവിതത്തിൽ ഉപയോഗിക്കാമെന്നല്ല. ഇവിടെയാണ് ഒരു വലിയ വൈരുദ്ധ്യം. ലോകം മാറുകയാണ്. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു സെക്കൻഡിനുള്ളിൽ വസ്തുതകൾ പറഞ്ഞു തരുന്നു. വിവരങ്ങൾ മനഃപ്പാഠമാക്കുന്നതിന്റെ പ്രാധാന്യം കുറയുന്നു. പക്ഷെ നമ്മുടെ പരീക്ഷാ സംവിധാനം ഇപ്പോഴും വിദ്യാർത്ഥിയുടെ ഓർമ്മശക്തിയെയാണ് കൂടുതലായി അളക്കുന്നത്. ചോദ്യം ഇതാണ്, 21ാം നൂറ്റാണ്ടിൽ 19ാം നൂറ്റാണ്ടിന്റെ പരീക്ഷാ രീതി ഉപയോഗിച്ച് 22ാം നൂറ്റാണ്ടിലേക്കുള്ള മനുഷ്യരെ നമുക്ക് സൃഷ്ടിക്കാനാകുമോ? ഇവിടെ മറ്റൊരു തെറ്റിദ്ധാരണയുമുണ്ട്. പലരും പറയും മത്സരമില്ലെങ്കിൽ നിലവാരം താഴും. ശരിയാണ്, മത്സരം ആവശ്യമാണ്. പക്ഷെ മത്സരവും എക്സാം സെൻട്രിക് ആയ സൊസൈറ്റിയും ഒരുപോലെയല്ല. ഒരു നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം വിദ്യാർത്ഥിയുടെ ചിന്താശേഷിയും പ്രോബ്ലം സോൾവിംഗ് സ്കില്ലും ക്രിയേറ്റിവിറ്റിയും കോപ്പറേറ്റീവ് സ്പിരിറ്റ് അല്ലെങ്കിൽ സഹകരണ മനോഭാവവും വളർത്തണം. എന്നാൽ ഒരു പരീക്ഷ മാത്രം എല്ലാം തീരുമാനിക്കുന്ന സംവിധാനത്തിൽ ആദ്യ ലക്ഷ്യം തന്നെ മാർക്കായി തീരും. ഇതിനാലാണ് ഇന്ന് ഇന്ത്യയിൽ സ്കൂൾ വിദ്യാഭ്യാസം ഒരു വശത്ത്, കോച്ചിങ് വിദ്യാഭ്യാസം മറ്റൊരു വശത്ത് എന്നിങ്ങനെ
രണ്ട് സമാന്തര സംവിധാനങ്ങൾ രൂപപ്പെട്ടത്. വിദ്യാർത്ഥി സ്കൂളിൽ പോകുന്നത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ്, കോച്ചിങ് സെന്ററിൽ പോകുന്നത് റാങ്കിന് വേണ്ടിയും. ഇതൊരു ഹെൽത്തി എഡ്യൂക്കേഷൻ സിസ്റ്റമാണോ, അതോ സ്വന്തം ലക്ഷ്യത്തിൽ നിന്ന് വഴി തെറ്റിയ ഒരു സിസ്റ്റമാണോ? ഇത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇവിടെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. നമ്മൾ വിദ്യാഭ്യാസം നൽകുകയാണോ, അതോ വെറും റാങ്കുകൾ നിർമ്മിക്കുകയാണോ? കാരണം ഒരു രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് പരീക്ഷാ ഫലങ്ങളല്ല, ആ രാജ്യത്തെ യുവാക്കളുടെ ചിന്തിക്കാനുള്ള കഴിവാണ്. അതുകൊണ്ട് പേപ്പർ ലീക്കുകൾ ഒരു ക്രിമിനൽ വാർത്ത മാത്രമല്ല, അതൊരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നത് ഇന്ത്യയുടെ എക്സാം കൾച്ചറും സീറ്റുകളുടെ കുറവും കോച്ചിങ് ഇൻഡസ്ട്രിയും മാർക്ക് കേന്ദ്രീകൃത സമൂഹവും എല്ലാം ചേർന്ന വലിയൊരു ചിത്രമാണ്. ഒരു പേപ്പർ ലീക്ക് തടയാം, ഒരു ഗ്യാങ്ങിനെ നമുക്ക് അറസ്റ്റ് ചെയ്യാം, പക്ഷേ മുകളിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ അടുത്ത പേപ്പർ ലീക്ക് തടയുമെന്ന് ഉറപ്പിച്ച് പറയാൻ ആർക്കും കഴിയില്ല. കാരണം പ്രശ്നം ചോദ്യപേപ്പറിലല്ല, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ സ്ട്രക്ചറിൽ തന്നെയാണ്. അടുത്ത വീഡിയോയിൽ അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിലെ അഡ്മിഷൻ രീതികൾ എങ്ങനെയാണെന്നും അതേസമയം ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഒരു 3 മണിക്കൂർ പരീക്ഷയ്ക്ക് ഒരു വിദ്യാർത്ഥിയുടെ മുഴുവൻ ഭാവി തീരുമാനിക്കാനുള്ള അധികാരം ലഭിച്ചത് എന്നും ചർച്ച ചെയ്യാം. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ നിർബന്ധമായും രേഖപ്പെടുത്തുക. താങ്ക് യു.